ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടിയ കിൽ എന്ന ഹിന്ദി മൂവിയാണ്. നായകനും നായികയും യാത്ര ചെയ്യുന്ന ട്രെയിനിലേക്ക് കുറെ കൊള്ളക്കാർ കയറി അവരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. അവരെങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്യുന്നു എന്നത് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു മിഷൻ കഴിഞ്ഞിട്ട് വരുന്ന കമാൻഡോ ഓഫീസേഴ്സായ അമൃതിനെയും വിരേഷിനെയുമാണ് കാണിക്കുന്നത്. മിഷന് പോയ കാരണം ഫോണെല്ലാം റൂമിൽ തന്നെ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവൻ വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അവന്റെ കാമുകിയുടെ ഒരുപാട് മെസ്സേജസ് കിടക്കുന്നത് കാണുന്നത്. തുലിക എന്നായിരുന്നു അവന്റെ കാമുകിയുടെ പേര്. അവളുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു എന്നും അച്ഛനെ എതിർക്കാൻ കഴിയില്ല എന്നും നാളെയാണ് തന്റെ എൻഗേജ്മെന്റ് എന്നും നീ എവിടെയാണെന്നും ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. അവൻ ആകെ ടെൻഷനായി. പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോകാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ വിരേഷിനെയും കൂട്ടി അവൻ റാഞ്ചിയിലേക്ക് പുറപ്പെടുന്നു. പിറ്റേന്ന് തൂലിക തന്റെ അനിയത്തിയുടെ കൂടെ എൻഗേജ്മെന്റ് നടക്കുന്ന ഹാളിലേക്ക് വരുമ്പോൾ അവളുടെ അനിയത്തി അഹാന ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഈ എൻഗേജ്മെന്റിന് സമ്മതിച്ചതെന്ന്. എന്നാൽ എൻഗേജ്മെന്റ് ആരുടെ കൂടെ നടന്നാലും താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അമൃതിനെ തന്നെ ആയിരിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. തൂലികയുടെ അച്ഛന്റെ പേര് ബൽദോ സിംഗ് താക്കൂർ എന്നാണ്. അയാളുടെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമയും വലിയ പണക്കാരനുമായിരുന്നു. മാത്രമല്ല മുകളിലെല്ലാം ഒരുപാട് പിടിപാടുള്ള ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ അച്ഛനെ എതിർത്ത് അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമൃതുമായിട്ടുള്ള അവളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവൾ അച്ഛനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവളുടെ സമ്മതം പോലും നോക്കാതെയാണ് ഇപ്പോൾ അയാൾ ഈ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് തന്നെ. അങ്ങനെ അവളുടെ എൻഗേജ്മെന്റ് കഴിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമൃത് അവളെ കാണാൻ വരുന്നുണ്ട്. അവളെയും കൂട്ടി അവിടെ നിന്നും ഒളിച്ചോടാനാണ് അവൻ വന്നത്. എന്നാൽ തന്റെ അച്ഛന്റെ ആൾക്കാരെല്ലാം എവിടെയുണ്ടെന്നും അവരുടെ എല്ലാം കയ്യിൽ തോക്കുണ്ടെന്നും അതുകൊണ്ട് തൽക്കാലം ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാമെന്നാണ് അവൾ പറയുന്നത്. അവർ രണ്ടുപേരും റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനിലാണ് കയറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തൂലികയുടെ കുടുംബം എല്ലാം തന്നെ വൈകുന്നേരം ട്രെയിനിൽ കയറുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ നമ്മളെ മറ്റൊരിടത്ത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഫനി എന്ന യുവാവിനെ കാണിക്കുന്നുണ്ട്. അവനും ഇതേ ട്രെയിനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്നും കയറുന്നുണ്ട്. അവൻ ട്രെയിനിലെ ഒരു ബോഗിയിൽ കയറി കഴിയുമ്പോൾ അവന്റെ അച്ഛൻ ബെനി ആകട്ടെ അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഏത് നമ്പർ ബോഗിയിലാണ് കയറിയതെന്ന്. അവൻ നോക്കുമ്പോഴാകട്ടെ അവന്റെ മുൻപിൽ തൂലിക നിൽക്കുന്ന കാണുന്നുണ്ട്. അവളെ കണ്ട മാത്രയിൽ തന്നെ അവളോടൊരു അട്രാക്ഷൻ അവന് തോന്നുന്നുണ്ട്. അവളോട് പോയി ഇതേത് നമ്പർ ബോഗിയാണെന്ന് ചോദിക്കുന്നു. അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. തുലിക ബാത്റൂമിലേക്ക് കയറിയപ്പോഴേക്കും അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമൃത് അവിടേക്ക് വരുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് റിങ് കൊടുക്കുകയും അവളെ വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. തന്റെ എൻഗേജ്മെന്റ് റിങ് ഊരിയ ശേഷം അവൻ കൊടുത്ത റിങ്ങാണ് അവൾ ആ വിരലിലിടുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി അവരാകട്ടെ അവരവരുടെ സീറ്റിൽ പോയി ഇരുന്നിട്ട് പരസ്പരം മെസ്സേജ് അയക്കുകയായിരുന്നു. ഫനി ആകട്ടെ അവിടെ നിന്ന് പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തൂലികയുടെ അനിയത്തി അഹാന ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അതിൽ രണ്ടിലും ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ഫനി അവളെ ആകട്ടെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. അവൾ അവിടെ നിന്നും പോയി കഴിഞ്ഞതും ഫനി ആകട്ടെ അവിടെ നിന്ന് പോലീസുകാരന്റെ തലയിലേക്ക് കത്തി കുത്തി കയറ്റി അയാളെ കൊല്ലുന്നു. ഫനി അടക്കം കുറെ കൊള്ളക്കാർ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അടുത്തടുത്ത 4 ബോഗികളിലും അവരുടെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാ ബോഗികളിലും ഫോൺ ജാമേഴ്സ് വെക്കുന്നുണ്ട്. അത് കാരണം എല്ലാവരുടെയും സിഗ്നൽ നഷ്ടപ്പെടുന്നു. എല്ലാവരുടെ ഫോണിന്റെ സിഗ്നലുകൾ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായതോടുകൂടി ആ കൊള്ളക്കാർ എല്ലാവരുടെ അടുത്തേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ കഴുത്തിലും കയ്യിലൊക്കെ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ ഊരി വാങ്ങിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അഹാനയാകട്ടെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ കുടുങ്ങിപ്പോകുന്നു. തൂലികയുടെ അടുത്തേക്ക് വന്ന ഫനിയെ അവളുടെ അച്ഛൻ താക്കൂർ തടയുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല എന്നും ഇവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിന്നെയൊന്നും ജീവനോടെ വെച്ചേക്കില്ല എന്നും അയാൾ പറയുന്നുണ്ട്. നാളെ ഈ നാട്ടിലെ പോലീസുകാരെല്ലാം തന്നെ നിന്നെ തേടി പിടിച്ചിരിക്കുമെന്നും അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നത് ഇയാൾ വലിയ മുതലാളിയാണെന്നും ഇയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നുള്ള കാര്യം. അയാളുടെ ഫാമിലി എല്ലാം തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്നും ക്യാഷ് തട്ടിയെടുക്കുക. ഏകദേശം അരമണിക്കൂർ മാത്രമേ അവർക്ക് ആ ട്രെയിനിൽ നിൽക്കാൻ സാധിക്കൂ. അടുത്ത സ്റ്റേഷനിൽ അവന്റെ അച്ഛൻ അവനെ കാത്തു നിൽപ്പുണ്ട്. അവിടെ ഇറങ്ങി അവരുടെ കൂടെ പോകാനായിരുന്നു അവരുടെ പ്ലാനിങ്. എന്നാൽ അമൃതും വിരേഷമുള്ള കമ്പാർട്ട്മെന്റ് കയറിയ ഫനിയുടെ ആൾക്കാരെ അവർ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതിൽ ഫനിയുടെ അങ്കിളും ഉണ്ടായിരുന്നു. അയാൾ ഒരു സ്ത്രീയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് വിരേഷിന് അയാളെ കൊല്ലേണ്ടി വരുന്നു. ഈ ബഹളം കേട്ടിട്ടാണ് ഫനി അവിടേക്ക് വരുന്നത്. തന്റെ അങ്കിളിനെ കൊന്നത് കണ്ടിട്ട് അവൻ ആകെ തകരുന്നു. പിന്നീട് അവിടെ വലിയ ഫൈറ്റ് നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അമൃതിന് പരുക്ക് പറ്റുന്നുണ്ട്. അവൻ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഫനിയും കൂടെയുള്ള ആളും പെട്ടെന്ന് തന്നെ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് തൂലികയും വരുന്നുണ്ട്. അവർക്ക് ട്രെയിൻ വലിച്ചു നിർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കൊള്ളക്കാർ ചെയിൻ എല്ലാം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. തുലിക അമൃതിനോട് പറയുന്നുണ്ട്, തന്റെ അനിയത്തി അഹാന ബാത്റൂമിൽ പോയതാണ് അടുത്ത കമ്പാർട്ട്മെന്റിലുണ്ടെന്ന്. അവൾ എന്റെ ജീവനാണ്, അവൾക്കൊന്നും പറ്റാൻ പാടില്ല എന്ന് അവൾ പറയുന്നു. അവൾക്കൊന്നും സംഭവിക്കാതെ താൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ഇവിടെ തന്റെ അങ്കിള് മരിച്ച വിവരം ഫനി ആകട്ടെ അവന്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് ഇവർ കയറിയതും ഫനിയുടെ ആൾക്കാരും അമൃതിന്റെ ആൾക്കാരും തമ്മിൽ വീണ്ടും വലിയ ഫൈറ്റ് നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അങ്കിളിനെ കൊന്ന വിരേഷിനെ അവർ ആക്രമിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അമൃതിന് അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിന് പകരമായിട്ട് നേരത്തെ
നേരത്തെ മരിച്ച ആളുടെ മകനെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ അയാളുടെ കൈയും കാലും എല്ലാം കൂട്ടിക്കെട്ടുന്നു. അവിടേക്ക് വന്ന തുലികയും അവനെ സഹായിക്കുന്നുണ്ട്. അമൃതും തുലികയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും അവളുടെ അച്ഛന് മനസ്സിലാകുന്നു. അവനെ ആ ഡോറിന്റെ സൈഡിലേക്ക് അവർ കെട്ടി നിർത്തുന്നു. അഹാനെ ആകട്ടെ അപ്പോഴും പേടിച്ച് ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയായിരുന്നു. അവൾ ടാക്കൂറിന്റെ ഇളയ മകളാണെന്നുള്ള കാര്യം ഈ ഫെനിക്കും കൂട്ടർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ കുറെ ദൂരം പിന്നിട്ടപ്പോഴേക്കും ട്രെയിൻ പതിയെ സ്ലോ ആകാൻ തുടങ്ങി. അവിടെ വെച്ച് ഫനിയുടെ അച്ഛനും കൂട്ടരും ആ ട്രെയിനിലേക്ക് കയറുന്നു. അത് മനസ്സിലാക്കിയ അമൃതാകട്ടെ പെട്ടെന്ന് തന്നെ കെട്ടി നിർത്തിയിരുന്ന ആളെ ഉള്ളിലേക്ക് വലിച്ചിടുന്നുണ്ട്. ട്രെയിനിലേക്ക് കയറിയ ഫനിയുടെ അച്ഛൻ ബെനിയാകട്ടെ തന്റെ സഹോദരനെ കൊന്ന വിരേഷിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഈ കൊള്ളക്കാരെല്ലാം തന്നെ പരസ്പരം ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. തങ്ങളുടെ ഒരു സഹോദരനെയാണ് ഇപ്പോൾ അമൃത് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫനി ട്രെയിനിന്റെ മുകളിലൂടെ പോകുന്നുണ്ട്. അമൃത് വീണ്ടും അയാളെ ആ ട്രെയിനിന്റെ ഡോറിന്റെ സൈഡിലേക്ക് കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. അഹാനെ തേടി താൻ പോവുകയാണെന്നും നിന്റെ സ്വയം രക്ഷാർത്ഥം ഈ കത്തി കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ അവൻ ഒരു കത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പതിയെ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫനിയുടെ കുറെ ആൾക്കാരെ അവൻ കൊല്ലുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ നല്ല ബലവാനായ സിദ്ധി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴേക്കും അവനും കുറെ പരിക്കുകൾ പറ്റുന്നു. അവസാനം ഈ സിദ്ധി അമൃതിനെ അവിടെ നിന്നും അടിച്ച് വലിച്ചിഴിച്ചുകൊണ്ട് പോവുകയാണ്. അതേ ടൈമിൽ ടാക്കൂർ ആകട്ടെ തൂലികയോട് ചോദിക്കുന്നുണ്ട്, നീ അമൃതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാഞ്ഞത് എന്താണെന്ന്. അച്ഛൻ ആഗ്രഹിച്ച പയ്യന്റെ കൂടെ താൻ എൻഗേജ്മെന്റ് നടത്തിയില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇനി അച്ഛൻ ചോദിക്കണ്ടെന്നും പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിലൂടെ ഫനി വന്നിട്ട് ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്. അവിടെ കെട്ടിയിട്ടിരുന്ന അവന്റെ സഹോദരനെ അവൻ രക്ഷിക്കുന്നു. അതേ ടൈമിൽ അമൃതിനെ വിരേഷിനെ ആകട്ടെ അവർ എല്ലാവരും ചേർന്നിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഒരുപാട് പേര് മരിക്കുകയും ചെയ്യുന്നുണ്ട്. വിരേഷിന് വീണ്ടും ഒരുപാട് പരിക്കുകൾ പറ്റുന്നു. അവന്റെ ശരീരം നിറയെ മുറിവുകളായിരുന്നു. ഇവിടെ അമൃത് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റിലാകട്ടെ ഫനിയുടെ നേരെ കത്തി ചൂണ്ടി നിൽക്കുകയാണ് തുലിക. അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ താൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ അടുത്തേക്ക് വന്ന ഫനിയുടെ ശരീരത്തിൽ അവൾ കുറെ മുറിവുകളും ഉണ്ടാക്കുന്നുണ്ട്. ദേഷ്യം വന്ന അവനാകട്ടെ അവളെ ക്രൂരമായിട്ട് കൊല്ലുന്നു. ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന കമ്പാർട്ട്മെന്റിൽ നിന്ന് അമൃത് കാണുന്നുണ്ടായിരുന്നു. അവൻ ആകെ തകർന്നു പോയി. അവളുടെ ശരീരത്തിൽ കുറെ തവണ കുത്തിയ ശേഷം അവളെ ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് എടുത്ത് എറിയുകയാണ് അവൻ. തന്റെ മകളെ രക്ഷിക്കാൻ ടാക്കൂറിനും സാധിച്ചില്ല. ആ ഒരു കാഴ്ച കണ്ട് അമൃതും ആകെ തളർന്നുപോയി. അവനെ അവർ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നുണ്ട്. തുലിക അവന് നഷ്ടമായി എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അവളെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് അവൻ പോകുന്നു. അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത സ്വീറ്റ് മൊമെന്റ്സ് എല്ലാം തന്നെ അവന്റെ മനസ്സിലൂടെ കടന്നു വരുന്നു. അവളെ നഷ്ടപ്പെട്ട ദുഃഖം പിന്നെ പകയായി മാറി. തന്റെ മുൻപിൽ വന്നവരെ എല്ലാം തന്നെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവൻ ക്രൂരമായി കൊന്നൊടുക്കി. ഇത് കണ്ട് ഫനിയോ ആകെ പേടിച്ചു. അവന്റെ കാമുകിയെ കൊന്നെന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ വയലന്റ് ആകുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് അവൻ പറയുന്നു. ഫനിയോട് അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പെണ്ണിനെ കൊന്നതെന്ന്? നിനക്കത് ആരുടെ മകളാണെന്നറിയോ? ആ ടാക്കൂർ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ആരും തന്നെ ഉണ്ടാകില്ല. ഇനി അയാൾ ഉൾപ്പെടെ അയാളുടെ കുടുംബാംഗങ്ങളെ എല്ലാം കൊന്നിട്ടല്ലാതെ നമുക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അയാൾ നമ്മളെ തേടി പിടിച്ചു കൊല്ലും. എന്നാൽ ഫനി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെ കൊല്ലണ്ട എന്നും അയാളുടെ കുടുംബാംഗങ്ങളെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാമെന്നുമാണ്. കാരണം ഈ മരിച്ചവരുടെ കുടുംബത്തിനെല്ലാം നമ്മൾ കാശെങ്കിലും കൊടുത്തല്ലേ പറ്റൂ, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? അത് കേട്ടപ്പോ അയാളും അവന്റെ കൂടെ നിൽക്കാമെന്ന് ആദ്യം സമ്മതിക്കുന്നുണ്ട്. ഇവരീ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ അടിച്ചൊതുക്കിയിട്ട് വിരേഷിനെയും കൊണ്ട് അമൃത് എങ്ങനെയൊക്കെയോ ടാക്കൂറിന്റെ അടുത്തേക്ക് എത്തുന്നു. തുലിക മരിച്ചവരെ അറിഞ്ഞിട്ട് ടാക്കൂറിന്റെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം തന്നെ തകരുന്നു. അഹാനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. തുലിക മരിക്കുന്നതിന് മുൻപ് തന്നെ അമൃതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹാന തന്റെ ജീവനാണെന്ന്, അവളെ രക്ഷിക്കണമെന്ന്. അതുകൊണ്ട് തുലികയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ അവൻ ഇറങ്ങിത്തിരിക്കുന്നു. എങ്ങനെയും താൻ അഹാനെ രക്ഷിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നു. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാകട്ടെ ഫനി നേരത്തെ ഇവിടേക്ക് ഇറങ്ങി വന്ന കയർ അവൻ കാണുന്നുണ്ട്. അതുവഴി മുകളിലേക്ക് പോകാൻ അവൻ തീരുമാനിക്കുന്നു. വിരേഷ് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒന്നും തന്നെ കേൾക്കുന്നില്ല. അവൻ നേരെ ഫനിയും ഗ്യാങ്ങും ഉള്ള ആ കമ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അതേസമയം ഫനിയും ഗ്യാങ്ങും ആകട്ടെ അഹാന ഉൾപ്പെടെയുള്ള എല്ലാവരെയും പിടിച്ചിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു ആ കമാൻഡോസ് എവിടെയെന്ന്. തങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫനിയും ഗ്യാങ്ങിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയ അമൃതാകട്ടെ അവിടെ നിന്നിരുന്ന ആളെയൊക്കെ കുത്തി വീഴ്ത്തുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിട്ട് ഫനിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. എന്നാൽ അങ്ങനെ പേടിച്ചിറങ്ങാൻ നമ്മൾ തയ്യാറാകരുതെന്ന് ഫനിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അവസാനം എല്ലാവരും അമൃതിനെ നേരിടാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അമൃതുള്ള കമ്പാർട്ട്മെന്റിലേക്ക് അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നതാകട്ടെ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന അവരുടെ ആൾക്കാരെ എല്ലാം തന്നെ അമൃത് കുത്തി വീഴ്ത്തിയിട്ട് അവിടെ നിരനിരയായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഈ ഒരു കാഴ്ച കണ്ട് എല്ലാരും തകർന്നുപോയി. അമൃതിനെ പരിധി അവിടെ എല്ലാവരും നടക്കാൻ തുടങ്ങി. ബാത്റൂമിൽ ഒളിച്ചിരുന്ന അമൃതാകട്ടെ പതിയെ പതിയെ ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ തുടങ്ങി. ഇതോടുകൂടി ഫനിയോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഈ കളി വേണ്ടെന്നും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്നും. അമൃത് അവിടെ നിന്നും ഒരു ബോഗിയിലേക്ക് എത്തിയപ്പോഴാകട്ടെ അവിടെ എങ്ങും തന്നെ അഹാനെ കാണുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രം അവിടെ പേടിച്ചിരിപ്പുണ്ട്. അവരെ എല്ലാം തന്നെ സേഫ് ആയിട്ട് അവൻ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഫനിയുടെ ആൾക്കാർ വരുന്നുണ്ട്. അമൃത് അവരെ എല്ലാം നേരിടുന്നു. എന്നാൽ ഇനി അമൃത് ഒറ്റയ്ക്ക് അവരെ നേരിടേണ്ട എന്നും തങ്ങളും കൂടെയുണ്ടെന്ന് അതിൽ 2 സ്ത്രീകൾ പറയുന്നു. ഫനിയുടെ ആൾക്കാരുള്ള ഈ 4 കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്കും പോകാൻ സാധിക്കില്ലായിരുന്നു. എല്ലാ ഷട്ടറുകളും അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള പോലീസിനെ എങ്ങനെ
എങ്ങനെയെങ്കിലും വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ടാക്കൂറും കൂട്ടരും ചേർന്നിട്ട് ആ ട്രെയിനിനുള്ളിൽ തീയിടുന്നു. ആ ട്രെയിൻ ഒരു സ്റ്റേഷൻ വഴി കടന്നു പോകുമ്പോൾ അവിടെ ഇരുന്ന സ്റ്റേഷൻ മാസ്റ്റർ കാര്യം അറിയുകയും അങ്ങനെ തന്നെ ആ ട്രെയിനിലുള്ള പോലീസുകാരെ വിളിച്ചിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഷട്ടർ പൂട്ടിയിരിക്കുകയായിരുന്നു. അവരിത് പൊളിച്ചിട്ട് അത് തുറന്ന് അതിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. പോലീസുകാർ ഉള്ളിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതും ഫെനിയോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടു പോകാൻ. അങ്ങനെ ഫെനിയും കുറച്ചുപേരും ആ ട്രെയിനിൽ നിന്നും ഇറങ്ങിയതും പോലീസുകാർ ഇത് കാണുകയും അവനെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഫെനി തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത്. എന്നാൽ അവന്റെ അച്ഛനും ബാക്കിയുള്ളവരും ട്രെയിനിൽ തന്നെ കുടുങ്ങി നിൽക്കുകയാണ്. ഇത് കാരണം അവൻ വീണ്ടും ട്രെയിനിന്റെ പുറകെ ഓടി അതിൽ പിടിച്ചു കയറുന്നു. അമൃതുള്ള കമ്പാർട്ട്മെന്റിലേക്ക് കയറാൻ ശ്രമിച്ചവരെല്ലാം തന്നെ അവൻ കുത്തി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം സിദ്ധി അവന്റെ അടുത്തേക്ക് വരുന്നു. സിദ്ധിയുടെ കൂടെ അധിക നേരം അമൃതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സിദ്ധി അവനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ആ 2 ലേഡീസ് വന്നിട്ട് അവന്റെ തലക്കടിക്കുന്നു. അങ്ങനെ സിദ്ധിയും മരിക്കുന്നു. സിദ്ധിയെ തേടി വന്നവരെല്ലാം ആ കാഴ്ച കണ്ടാകെ തകർന്നു. നമുക്കിവിടെ നിന്നും ഇറങ്ങാമെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം പകരം വീട്ടാതെ താൻ ഇറങ്ങില്ല എന്ന് ബെനി പറയുന്നു. പിന്നീട് അവർ അമൃതിനെ അന്വേഷിച്ച് ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയപ്പോൾ അവിടെ എല്ലാം തന്നെ ഇരുട്ടായിരുന്നു. അത് കാരണം അവർ ബന്ദികളാക്കിയ പാസഞ്ചേഴ്സിനെ മുന്നിൽ നിർത്തിയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽ അഹാനിയും ഉണ്ടായിരുന്നു. അവർ അകത്തേക്ക് കടന്നു ചെന്നതും പോലീസുകാർ അവരിൽ കുറെ പേരെ ഷൂട്ട് ചെയ്യുന്നു. അഹാനി ഉൾപ്പെടെ കുറച്ചു പേർ രക്ഷപ്പെടുന്നുണ്ട്. അഹാന ഓടിച്ചെന്ന് ടാക്കൂറിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ പക്ഷെ അപ്പോഴേക്കും ഫനി വന്നിട്ട് പോലീസുകാരെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. അഹാന ടാക്കൂറിന്റെ അടുത്ത് നിൽക്കുന്ന കണ്ടിട്ട് ടാക്കൂറിന്റെ ഇളയ മകളാണ് അഹാന എന്ന് അവൻ മനസ്സിലാക്കി. മൂത്തവളെ കൊന്നപ്പോ ഇളയവള് വന്നോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും അഹാന ഞെട്ടിപ്പോകുന്നു. തന്റെ ചേച്ചിയെ കൊന്ന വിവരം അവൾ ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെ തകർന്നു പോയി. ടാക്കൂറിന്റെ മകളെയും കൊല്ലാൻ തുനിഞ്ഞ ഫനിയുടെ നേർക്ക് വിരേഷ് വരുന്നുണ്ട്. ഫനിയെ വിരേഷ് തടയാൻ ശ്രമിച്ചത് കാരണം വിരേഷിനെ അവൻ ക്രൂരമായി കൊല്ലുന്നു. അതേസമയം തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്നിരുന്ന ഫനിയുടെ അച്ഛനെയും ഗാങ്ങിനെയും അമൃത ആക്രമിക്കുന്നുണ്ട്. കുറച്ചു പേരെയൊക്കെ അവൻ കൊല്ലുന്നു. അവസാനം അവൻ പിടിയിലാകുന്നു. അവനെയും പിടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ അവൻ ആ കാഴ്ച കാണുന്നുണ്ട്. തന്റെ ഉറ്റ സുഹൃത്ത് വിരേഷും മരിച്ചു കിടക്കുന്നു. അതേസമയം ഫനി അവന്റെ അച്ഛനും തമ്മിൽ ആകെ വാക്കുതർക്കമാകുന്നു. ടാക്കൂറിനെ കൊല്ലണമെന്ന് ഫനിയുടെ അച്ഛൻ പറയുമ്പോൾ അയാളെ കൊല്ലാൻ പറ്റില്ല, അയാളുടെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയിട്ട് കാശ് വാങ്ങിക്കാമെന്ന് ഫനി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവരാ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന തക്കം നോക്കി അവനാകട്ടെ തന്റെ കഴുത്തിൽ കത്തിവെച്ചിരുന്ന ആൾക്കാരെ എല്ലാം അടിച്ചിടുന്നു. എന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഒന്നൊന്നായിട്ട് ക്രൂരമായി കൊല്ലുന്നു. തടയാൻ വന്ന ഫനിയുടെ അച്ഛന്റെ മുഖത്തേക്ക് അവൻ തീ കൊളുത്തുന്നുണ്ട്. അയാളെ നിലവിളിച്ചുകൊണ്ട് അവിടെയെല്ലാം കിടന്ന് ഉരുളുന്നുണ്ട്. ഫനി അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് അയാൾ മരിച്ചിരുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന ഫനി ആകട്ടെ അമൃതിനെ ആക്രമിക്കുന്നു. തുലികയെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ ഞാൻ നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവന്റെ ദേഹത്ത് കത്തി കുത്തി കയറ്റുന്നു. എന്നാൽ അമൃത് തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ തിരിച്ച് ശക്തമായി പോരാടുന്നു. തുലികയെ കൊന്നതിന് പകരമായിട്ട് ഫനിയുടെ മുഖത്ത് ആഞ്ഞിടിച്ചുകൊണ്ടാണ് അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്. തന്റെ ശത്രുക്കളെ എല്ലാം കൊന്നൊടുക്കിയ ശേഷം അവൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അഹാന ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷനിലെത്തിയിരുന്നു. അവിടേക്ക് ആംബുലൻസും മറ്റുദ്യോഗസ്ഥരും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു. അമൃത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. തന്റെ നഷ്ടപ്പെട്ടു പോയ കാമുകി തുലിക തന്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ടും അവൾ തന്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്നതായിട്ടും അവന് തോന്നുന്നു. ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.